Very good morning to one and all, and warm welcome to our 44th online class. ഇന്ന് ഞാൻ ചാപ്റ്റർ 11 സ്റ്റാർട്ട് ചെയ്യാണ്. ടാക്സ് ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ജി എസ് ടിയുടെ സ്പെഷ്യൽ ഡെഫിനിഷൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് ഞാൻ ടാക്സ് ഇൻവോയ്സിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും, അതായത് നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ്, അതിൻ്റെ ടൈം, അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദി സപ്ലൈ പഠിച്ചപ്പോൾ അതിൽ ടാക്സ് ഇൻവോയ്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാനും വാല്യൂ ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ടാക്സ് ഇൻവോയ്സ് ആണ്. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻവോയ്സ് ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഇൻ ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫോർ ദ പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് റവന്യൂ. ഈ നമ്മൾ സാധാരണ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത്? ബില്ല് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. പക്ഷേ ഇവിടെ ഇൻവോയ്സ് എന്ന് പറയുന്നത് ബില്ലായിട്ട് മാത്രമല്ല കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ്. ഒരു ഡോക്യുമെൻ്റ് ആയിട്ടുള്ള തെളിവായിട്ടാണ് ഇൻവോയ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനെ ഏതൊരു ഡോക്യുമെൻ്റ് ആണോ തെളിവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതിനെ നമുക്കിവിടെ എന്തായിട്ട് പറയാവുന്നതാണ്? ഇൻവോയ്സ് ആയിട്ട് പറയാവുന്നതാണ്. ആ ഇൻവോയ്സിൻ്റെ ബേസിസിലാണ് ആ ട്രാൻസാക്ഷൻ എന്താണെന്നും അത് എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്, ഒരു റവന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ഇൻവോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസിനെയാണ്, ആ എവിഡൻസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതിനോട് റിലേറ്റഡ് ആയിട്ടാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു റവന്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ടു എ റെസിപ്പിയൻ describing the items sold or services supplied, price and discount and the terms of delivery and payment. ഒരു ഇൻവോയ്സിൽ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അതിൽ വേണ്ടത്? ഇതാണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു കമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? സപ്ലയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണത് ഇഷ്യൂ ചെയ്യുന്നത്? റെസിപ്പിയൻറ്റിന് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്? എന്ത് ഗുഡ്സ് ആണോ സപ്ലൈ ചെയ്യുന്നത്, എന്ത് സർവീസാണോ സപ്ലൈ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, വിൽക്കുന്ന അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാത്തിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കണം. അതായത് പ്രൈസ്, ഡിസ്കൗണ്ട്, എങ്ങനെയാണ് അത് ഡെലിവറി ചെയ്യുന്നത്, അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ടു ദ റെസിപ്പിയൻറ്റ്. സപ്ലയർ ഒരു റെസിപ്പിയൻറ്റിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ്, ഒരു കമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ടായിരിക്കണം? സപ്ലൈ ഓഫ് ഗുഡ്സ് or services and the terms and conditions of the delivery and the terms and conditions of the payment, price details and discount details etc. to be included in the invoice. ഇത്രയും കാര്യങ്ങൾ ഇൻവോയ്സിൽ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ? ജി എസ് ടി ആക്ട് പ്രകാരം ഒരു ഇൻവോയ്സ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. Tax invoice is issued by the supplier of goods or service to the recipient, specifying among other things the description of taxable goods or service as well as the value of the taxable supply. ഇവിടെ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഇൻവോയ്സിനേക്കാളും ചെറിയൊരു മാറ്റം ടാക്സ് ഇൻവോയ്സിലുണ്ട്. ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സപ്ലയർ തന്നെയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്? റെസിപ്പിയൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അതിൽ എന്തൊക്കെയായിരിക്കണം ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കേണ്ടത്? ടാക്സബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഒരു ടാക്സ് ഇൻവോയ്സിൽ വേണ്ടത്. അപ്പോൾ ടാക്സ് ഇൻവോയ്സിൽ എല്ലാ ടാക്സബിൾ ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദി ടാക്സബിൾ സപ്ലൈ അതും കൂടിയും അതിലെന്ത് ചെയ്തിരിക്കണം? സ്പെസിഫൈ ചെയ്തിരിക്കണം.
അപ്പോൾ വാല്യൂ ഓഫ് ദി ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് ഗുഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സർവീസസ് ആയിരിക്കാം. പക്ഷെ അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം, ടാക്സ് ഇൻവോയ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ, ദർ ഈസ് നോ ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ ടാക്സ് ഇൻവോയ്സ്. ഒരു പ്രത്യേകമായിട്ട് ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നില്ല. അതായത് GST ആക്ട് പ്രകാരം ഒരു ടാക്സബിൾ ഇൻവോയ്സ് എന്ന് പറയുന്നതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഒന്നും പറയുന്നില്ല. ഇറ്റ് മേ ബി ഇഷ്യൂഡ് മാനുവലി ഓർ ഇലക്ട്രോണിക്കലി. മാനുവലായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലായിട്ടോ എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? സിഗ്നിഫിക്കൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ക്യാൻ ബി enumerated as follows. It is an evidence for the payment of the value of goods or service and also the tax portion on the same. ഈ ടാക്സ് ഇൻവോയ്സിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ഒരു പേയ്മെൻറ്റ് കൊടുത്തതിനുള്ള ഒരു തെളിവാണ്, ഒരു എവിഡൻസ് ആണ് എന്ത്? ഈ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതായത് വാല്യൂ ഓഫ് ദി ഗുഡ്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദി സർവീസ് എന്ന് പറയുന്നതും എന്തിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? ഈ ടാക്സബിൾ ഇൻവോയ്സിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്? ഒരു പ്രൂഫായിട്ട് കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സപ്ലൈ ചെയ്തതിൽ എത്ര പോർഷൻ ടാക്സ് ഉണ്ട് എന്നുള്ളത് ആ ഡോക്യുമെൻറ്റിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കും. അപ്പോൾ എത്ര രൂപയാണ് വാല്യൂ ഓഫ് ദി ഗുഡ്സ് മാത്രമല്ല, അതിൽ എത്രത്തോളം ആ ഗുഡ്സിനോട് അല്ലെങ്കിൽ ആ സർവീസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ഉണ്ട് എന്നുള്ളതും ആ എവിഡൻസിൽ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ടാക്സ് ക്രെഡിറ്റ് ഈസ് അവൈൽഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിന് എത്ര രൂപയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുക, ആ ഒരു കാര്യം കൂടിയും എന്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും? ടാക്സ് ഇൻവോയ്സിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. GST ഈസ് ചാർജബിൾ അറ്റ് ദ ടൈം ഓഫ് ദ സപ്ലൈ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നത് ഒരു സപ്ലൈയുടെ ടൈം ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്തും വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്തുമാണ്. അപ്പോൾ GST എന്ന് പറയുന്നത് എപ്പോഴാണ് ചാർജ് ചെയ്യുന്നത്? എപ്പോഴാണോ സപ്ലൈ എന്ന് പറയുന്നതിൻ്റെ ടൈം ഡിറ്റർമിൻ ചെയ്യുന്നത് ആ സമയത്താണ് GST എന്ന് പറയുന്നത് ചാർജ് ചെയ്യേണ്ടത്. ടാക്സ് ഇൻവോയ്സ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ടൈം ഓഫ് സപ്ലൈ. അതുകൊണ്ട് തന്നെ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് എന്തും കൂടിയും ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ടൈം ഓഫ് ദി സപ്ലൈ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ടാക്സ് ഇൻവോയ്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ടാക്സ് ഇൻവോയ്സ് ഒരു വാല്യൂ ഓഫ് ദി ഗുഡ്സ് എന്ന് പറയുന്നതും വാല്യൂ ഓഫ് ദി സർവീസ് എന്ന് പറയുന്നതോ അതിൻ്റെ ടാക്സ് എന്ന് പറയുന്നതിൻ്റെയും ഒരു എവിഡൻസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരു റെസിപ്പിയൻറ്റിനെ അവൈൽ ചെയ്യാനുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുമാണ് ഇത് നമ്മളുടെ ടാക്സബിൾ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GST ചാർജ് ചെയ്യുന്നതിൻ്റെ ടൈം ഓഫ് വാല്യൂ എന്ന് പറയുന്നതും ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നതും ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത്? നമ്മുടെ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് ഇൻവോയ്സിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതും എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 31 ആണ്. സെക്ഷൻ 31 ടാക്സ് ഇൻവോയ്സ് അണ്ടർ GSTയിൽ പറയുന്ന പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഇൻ ആൻ ഇൻവോയ്സ് ഓർ ടാക്സ് ഇൻവോയ്സ് means the tax invoice referred to in section 31 of the CGST Act 2017. ഇവിടെ CGST Act 2017 സെക്ഷൻ 31 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ടാക്സ് ഇൻവോയ്സ് ആണ്. അതായത് GST ആക്ട് പ്രകാരം എന്തിനെയാണോ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് അതാണ് സെക്ഷൻ 31 CGST ആക്ട് 2017 പറയുന്ന ഒരു ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവോയ്സ് ആയിക്കോട്ടെ, ടാക്സബിൾ ഇൻവോയ്സ് ആയിക്കോട്ടെ, സെക്ഷൻ 31 CGST ആക്ട് 2017 പറയുന്ന വിധത്തിലായിരിക്കണം ഒരു ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. This section makes it mandatory to issue a tax invoice or a bill of supply for every supply of goods or service. Supply of goods or service എന്ന് പറയുന്നത് ടാക്സബിൾ ആണെങ്കിൽ GST ആക്റ്റിൽ വരുന്ന ഒരു സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം? ഒരു ഇൻവോയ്സോ അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിരിക്കണം.
A tax invoice shall be issued by a registered person supplying taxable goods or service or both. Taxable goods അല്ലെങ്കിൽ taxable service ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം? ഒരു ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അപ്പോൾ ടാക്സബിൾ ഗുഡ്സോ അല്ലെങ്കിൽ ടാക്സബിൾ സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ എന്ത് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമുള്ളൂ? ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമുള്ളൂ. സച്ച് ടാക്സ് ഇൻവോയ്സ് ഷാൽ ഷോ ദ പ്രിസ്ക്രൈബ്ഡ് പർട്ടിക്കുലേഴ്സ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ടാക്സ് ഇൻവോയ്സിന് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുണ്ടെങ്കിലും സെക്ഷൻ 31 പ്രകാരം CGST ആക്ട് 2017 പറയുന്ന ചില ഡീറ്റെയിൽസ് എന്തിലുണ്ടായിരിക്കണം? ടാക്സ് ഇൻവോയ്സിലുണ്ടായിരിക്കണം. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്. നമ്മൾ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. GST എപ്പോഴാണ് ചാർജ് ചെയ്യേണ്ടത്, അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിട്ടെ അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഡോക്യുമെൻ്റ് ഏതാണ്? ടാക്സ് ഇൻവോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അത് ഏതാണ് ഈ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്? ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്, ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് ടാക്സബിൾ ഗുഡ്സ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ എ ടാക്സ് ഇൻവോയ്സ് ഷോയിങ് ദ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഓഫ് ദി ഗുഡ്സ്, ദ ടാക്സ് ചാർജ്ഡ് thereon and or such other particulars shall be issued by the supplier of taxable goods. ഇവിടെ വരുന്നത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടാക്സബിൾ ഗുഡ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെ കാണിച്ചിരിക്കണം? ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചിരിക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി, വാല്യൂ ഓഫ് ദി ഗുഡ്സ്, ടാക്സ് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കൂടിയും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ഡീറ്റെയിൽസും കൂടിയും പറഞ്ഞിരിക്കണം. ആ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്? വെർ ദ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് before or at the time of removal of goods or supply to the recipient, or in any other case before or at the time of the delivery of goods or making available thereof to the recipient. അതായത് സപ്ലൈ എന്ന് പറയുന്നത് അത് ഇൻവോൾവ് ചെയ്യുന്നതിൽ ഗുഡ്സ് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ, വേദ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സപ്ലൈ ചെയ്യുന്നതിൽ ഗുഡ്സ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ദ റിമൂവൽ ഓഫ് ഗുഡ്സ് ഫോർ ദ സപ്ലൈ ടു ദ റെസിപ്പിയൻറ്റിന് എപ്പോഴാണോ ആ ഗുഡ്സ് നമ്മളുടെ പ്ലേസിൽ നിന്ന് മൂവ് ചെയ്യുന്നത് അതിന് ആ സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നായിട്ടോ എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇൻ എനി അതർ കേസ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ മേക്കിംഗ് അവൈലബിൾ thereof to the recipient. ഇനി മൂവ്മെൻറ്റ് ഓഫ് ദ ഗുഡ്സ് അല്ല, ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ആണെങ്കിൽ എപ്പോഴാണോ ഡെലിവറി ചെയ്യുന്നത് ആ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ എന്ത് ചെയ്തിരിക്കണം? റെസിപ്പിയൻറ്റിന് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്തോ അതിന് മുമ്പായിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അപ്പോൾ ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെയാണ് ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ പ്രൈസ്, ക്വാണ്ടിറ്റി, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഡെലിവറി, ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ കൺസിഡറേഷൻ, പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടി സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി എന്നാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, മൂവ്മെൻറ്റ് ഓഫ് ദ ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ റെസിപ്പിയൻറ്റിന് എപ്പോഴാണോ ആ ഗുഡ്സ് നമ്മുടെ സൈറ്റിൽ നിന്ന് മൂവ് ചെയ്യുന്നത് ആ സമയത്തോ അതിന് മുമ്പായിട്ടോ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അതല്ല ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഡെലിവറി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിരിക്കണം. ദ ഗവൺമെൻറ് മേ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ബൈ നോട്ടിഫിക്കേഷൻ specify the categories of goods or supplies in respect of which a tax invoice shall be issued within such time and in such a manner as may be prescribed. ഗവൺമെൻറ് റെക്കമെൻഡേഷനോട് കൂടിയിട്ട് ഒരു CGST കൗൺസിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുകയാണ്. അതായത് കാറ്റഗറി ഓഫ് ദ ഗുഡ്സിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സിൻ്റെ ടാക്സ് ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
it shall be issued within such time and in such manner as may be prescribed. ആ നോട്ടിഫിക്കേഷനിൽ ഏത് ടൈമാണോ പറഞ്ഞിട്ടുള്ളത് ആ ടൈമിനുള്ളിൽ എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഗവൺമെൻറ് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനിൽ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നതാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷനിൽ ഏത് ടൈമാണോ അല്ലെങ്കിൽ ഏത് മാനറാണോ അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത് പ്രകാരം എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ടാക്സ് ഇൻവോയ്സ് കൊടുക്കേണ്ടത്? കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് മീൻസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഓർ അഗ്രി ടു ബി പ്രൊവൈഡഡ് കണ്ടിന്യൂസ്ലി or on recurrent basis under a contract for which the supplier invoices the recipient on a regular or periodic basis. കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കൽ ബേസിസിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിലാണ് ഒരു കോൺട്രാക്റ്റിലാണ് അവർ എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രൊവിഷനാണ് ഒരു സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ സമയത്ത് ഗുഡ്സ് സപ്ലൈ ചെയ്ത് ആ കോൺട്രാക്റ്റ് അവസാനിക്കുന്നില്ല. അത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ടാണ്, അത് റെഗുലറായിട്ട് അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ടാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? GST ആക്ട് പ്രകാരം കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാ സ്റ്റുഡൻസും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്? ഇറ്റ് മീൻസ് സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് or agreed to be provided. ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ്ലി ഓർ ഓൺ റെക്കറൻറ്റ് ബേസിസ് അണ്ടർ എ കോൺട്രാക്ട് ഫോർ വിച്ച് ദ സപ്ലയർ ഇൻവോയ്സസ് ദ റെസിപ്പിയൻറ്റ് ഓൺ എ റെഗുലർ ഓർ പീരിയോഡിക് ബേസിസ്. അവിടെ റെഗുലറായിട്ട് സപ്ലയർ എന്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. Where a successive statement of account or successive payment are involved, the invoice shall be issued before or at the time of each such statement is issued, or as the case may be, each such payment is received. ഇനി റെഗുലറായിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടാക്സ് ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? അതിനോട് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ പീരിയോഡിക്കലായിട്ട് ചെയ്യുന്ന ആ ഒരു ഇൻവോയ്സിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാണ്. അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പേയ്മെൻറ്റിനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിന് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണോ സബ്മിറ്റ് ചെയ്യുന്നത്, എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത്, അതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്തിനോടോ റിലേറ്റഡ് ആയിട്ട് എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ റെഗുലറായിട്ട് ഒരാഴ്ച 3 പ്രാവശ്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ഒരാഴ്ചയിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ സമയത്ത് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ആഴ്ചയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള എത്ര ഗുഡ്സ് ഉണ്ട് അതിനോട് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എത്ര പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആ പേയ്മെൻറ്റിൽ ഏതൊക്കെ ഗുഡ്സാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താലും മതി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിന് ഒരു പീരീഡ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു പീരീഡ് വെച്ചുകൊണ്ട് അത് ഒരു സക്സസീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് വെച്ചുകൊണ്ട് ആ ഡേറ്റിലോ അതിന് മുമ്പായിട്ടോ എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് കണ്ടീഷനിൽ പറയുന്നത് ഗുഡ്സ് സെൻഡ് ഓർ ടേക്കൺ ഓർ അപ്രൂവൽ ഫോർ സെയിൽ ഓർ റിട്ടേൺ ആർ റിമൂവ്ഡ് ബിഫോർ ദ സപ്ലൈ ടേക്സ് പ്ലേസ്. ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാണ്? ഗുഡ്സ് സെൻഡ് ഓർ ടേക്കൺ ഓർ അപ്രൂവൽ ഫോർ സെയിൽ, വിൽക്കാനായിട്ട് നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യാണ്. അത് വിറ്റിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്? ദ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ച് എവർ ഈസ് ഏർലിയർ. 2 ഡേറ്റ് പറഞ്ഞിട്ട് ഏതാണോ മുമ്പ് വരുന്നത് ആ ഡേറ്റിലാണ് എന്ത് ഇഷ്യൂ ചെയ്യേണ്ടത്? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ഡേറ്റ് എന്ന് പറയുന്നത് ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. സപ്ലൈ ചെയ്യുന്ന സമയത്തോ അതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ റിമൂവലിന് 6 മാസം, അതായത് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ, റിമൂവ് ചെയ്തിട്ട് 6 മാസത്തിനുള്ളിലോ ഇതിലേത് ഡേറ്റാണോ മുമ്പ് വരുന്നത് ആ ഡേറ്റിൽ എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാറ്റഗറിയിൽ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ
നമ്മൾ പറഞ്ഞത് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം 3 കാറ്റഗറി ബേസിസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ 2 കാറ്റഗറി വെച്ചുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്തത്. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ആ സമയത്തോ, അല്ലെങ്കിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അത് ഡെലിവറി ചെയ്യുന്ന സമയത്തോ മുമ്പായിട്ടോ നമുക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അതിന് പകരം ഗവൺമെൻറ് ഒരു GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ആ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ എന്ത് ഇഷ്യൂ ചെയ്താൽ മതി, ടാക്സ് ഇഷ്യൂ ചെയ്താൽ മതി. അതേസമയം കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഒരു പീരിയോഡിക്കലായിട്ടോ വീക്കായിട്ടോ അല്ലെങ്കിൽ ഒരു മന്തായിട്ടോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അത് പേയ്മെൻ്റ് ആയിക്കോട്ടെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ അതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. തേർഡ് കേസിൽ നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത് ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട്, വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രൂവലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ബേസിസിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 2 ഡേറ്റ് തന്നിട്ട് അതിലേതാണോ മുൻപ് വരുന്നത് ആ ഡേറ്റാണ് നമ്മുടെ ടാക്സ് ഇൻവോയ്സ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. അത് നമ്മളുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ അതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ റിമൂവലിന് തൊട്ട് മുമ്പുള്ള 6 മാസത്തിനുള്ളിലായിട്ടോ ഏതാണോ മുമ്പ് വരുന്നത് ആ ഡേറ്റാണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്, ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ആയിട്ട് എടുക്കുന്നത്. സെക്കൻഡ് കാറ്റഗറി ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ഓഫ് സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, ഇവിടെ പറയുന്നത് ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ഓഫ് സർവീസ്. സർവീസിന് വേണ്ടിയിട്ടുള്ള ടാക്സ് ഇൻവോയ്സ് ആണെങ്കിൽ എപ്പോഴാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ടാക്സബിൾ സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ ആഫ്റ്റർ the provision of service but within 30 days from the date of supply of service. എന്നാണോ സർവീസ് ചെയ്തിട്ടുള്ളത് അതിന് 30 ദിവസത്തിനുള്ളിൽ എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇഷ്യൂഡ് ബിഫോർ ഓർ ആഫ്റ്റർ ദ പ്രൊവിഷൻ ഓഫ് സർവീസ്, സർവീസിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷന് ആ ഡേറ്റിലോ അല്ലെങ്കിൽ തൊട്ട് മുമ്പായിട്ടോ, അതായത് സപ്ലൈ ഓഫ് സർവീസിന് തൊട്ട് മുമ്പുള്ള 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. 45 days in case of an insurer or banking company or financial institution including a non-banking financial company. ഇനി നമ്മളുടെ സപ്ലൈ ചെയ്യുന്നത് 45 ദിവസം കാറ്റഗറിയിൽ പെടുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ഒരു ഇൻഷുറർ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിങ് കമ്പനിയോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിങ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആണെങ്കിലും അവർക്ക് എത്ര ദിവസം എടുക്കാവുന്നതാണ്, 45 ദിവസത്തിനുള്ളിൽ എന്ത് ഇഷ്യൂ ചെയ്താൽ മതി, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഇനി കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻവോയ്സ് എന്നാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, വേർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് അസർട്ടൈൻഡ് ഫ്രം ദ കോൺട്രാക്ട് ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. എന്താണ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് അസർട്ടൈനബിൾ ഫ്രം ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ എന്നാണോ നമ്മളുടെ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഡേറ്റിനോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ. ഇനി വേർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് അസർട്ടൈനബിൾ ഫ്രം ദ കോൺട്രാക്ട്, കോൺട്രാക്റ്റിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് വെൻ ദ സപ്ലയർ ഓഫ് സർവീസ് റിസീവ്സ് ദ പേയ്മെൻറ്റ്, എന്നാണോ സപ്ലയർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത് ആ ദിവസമോ അതിന് മുമ്പായിട്ടോ. ഇനി തേർഡ് വൺ, വേർ ദ പേയ്മെൻറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദ കംപ്ലീഷൻ ഓഫ് എൻ ഈവൻറ്റ് ഓൺ ഓർ ബിഫോർ ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദാറ്റ് ഈവൻറ്റ്. ഇനി പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡേറ്റിനോ അതിന് മുമ്പായിട്ടോ എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ സർവീസ് ആണെങ്കിൽ കോൺട്രാക്റ്റിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പേയ്മെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിനോ അതിന് മുമ്പായിട്ടോ. ഇനി കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാണോ ആ സർവീസ് സപ്ലൈ ചെയ്യുന്നത് ആ ദിവസത്തിനോ അതിന് മുമ്പായിട്ടോ. ഇനി ഡേറ്റ് എന്ന് പറയുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ചെയ്തതിൻ്റെ എന്നാണോ അവസാനിക്കുന്ന ഈവൻ്റ് ഉണ്ടാകുന്നത് അത് ആ ഡേറ്റിനോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ എന്ത് ചെയ്യാവുന്നതാണ്, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്.
ഇനി തേർഡ് കാറ്റഗറിയിൽ വരുന്നത് വേർ ദ സപ്ലയർ സർവീസ് സീസസ് ബിഫോർ ഇറ്റ്സ് എ കംപ്ലീഷൻ. കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടാക്സബിൾ സർവീസ് എന്ന് പറയുന്നത് സീസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ടാക്സ് ഇൻവോയ്സ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും അവസാനത്തെ ഈ ഇവൻ്റ് കണ്ടിന്യൂസ് സപ്ലൈ നടക്കുകയാണെങ്കിൽ ആ ഡേറ്റിനോ അതിന് മുമ്പായിട്ട് എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ് അല്ലേ? ഇവിടെ എന്താണ് പറയുന്നത്? അതായത് സീസ് ചെയ്യുകയാണ്, കംപ്ലീഷന് മുമ്പായിട്ട് സീസ് ചെയ്യുകയാണെങ്കിൽ എന്നായിരിക്കും ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. The invoice shall be issued at the time when the supply ceases, and such invoice shall be issued to the extent of the supply made before such a cessation. സീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എത്ര സപ്ലൈ ചെയ്തിട്ടുണ്ട്, ആ സപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ ഇൻവോയ്സ് എന്ന് കൊടുത്തിരിക്കണം? സീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കൊടുത്തിരിക്കണം. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് സെസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് വരെ ചെയ്തിട്ടുള്ള എല്ലാ സപ്ലൈ ഓഫ് സർവീസിൻ്റെ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് സെസേഷന് മുമ്പുള്ളൊരു ഡേറ്റിൽ കൊടുത്തിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ആണ്. Registered person may not issue tax invoice for each supply of goods or service if value involved is less than 200 rupees per supply, but can issue a consolidated tax invoice at a close of each day. Consolidated tax invoice എപ്പോഴൊക്കെയാണ് കൊടുക്കുക? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ചെറിയ ചെറിയ ഇൻവോയ്സുകൾക്ക്, ചെറിയ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. എങ്ങനെയുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി? കൺസോളിഡേറ്റഡ് ടാക്സ് ഇഷ്യൂ ചെയ്താൽ മതി. അപ്പോൾ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ടാക്സ് ഇൻവോയ്സ് കൊടുക്കുന്നത് 200 രൂപ ഓരോ സപ്ലൈന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ 200 രൂപയേക്കാൾ താഴെയാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. എന്ന് ഇഷ്യൂ ചെയ്താൽ മതി? എന്നാണോ ആ ടാക്സ് ഇൻവോയ്സ് അറ്റ് ക്ലോസ് ഓഫ് ഈച്ച് ഡേ, ഓരോ ദിവസത്തിൻ്റെയും എൻഡിൽ എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? ടാക്സ് ഇൻവോയ്സ്. അത് കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറയാം. 200 രൂപയിൽ താഴെയുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ആ ദിവസത്തെ എൻഡിൽ എത്ര ടാക്സബിൾ സപ്ലൈയോ അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. Such a consolidated tax invoice may be issued subject to the following condition. The recipient is not a registered person and the recipient does not require such invoice. രണ്ട് കേസിലാണ് ഈ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? റെസിപ്പിയൻ്റ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാത്ത പക്ഷവും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് പേഴ്സണ് ആണ് എന്നുണ്ടെങ്കിൽ റെസിപ്പിയൻറ്റിന് അങ്ങനെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് മതി. അല്ലാതെ സെപ്പറേറ്റ് ഇൻവോയ്സ് ആവശ്യമില്ലാത്ത കേസിലും എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് സപ്ലയർക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. Tax invoice shall have to be issued if any of the above conditions is not satisfied. താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്? കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് എന്നുള്ളത് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായില്ലേ? 200 രൂപയിൽ താഴെയുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ദിവസത്തിൻ്റെ എൻഡിൽ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അത് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്, രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. റെസിപ്പിയൻ്റ് ഒരു നോൺ രജിസ്റ്റേർഡ് പേഴ്സൺ ആവുകയും അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ടാക്സ് ഇൻവോയ്സ് ആവശ്യമില്ലാത്ത പക്ഷം കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടാത്തതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. Next one, type of tax invoices under special circumstances. ഇനി ടാക്സ് ഇൻവോയ്സസ് സ്പെഷ്യൽ ആയിട്ടുള്ള ടൈപ്പുകൾ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഇഷ്യൂ ചെയ്തെന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. എ രജിസ്റ്റേർഡ് പേഴ്സൺ മേ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ എ റിവൈസ്ഡ് ഇൻവോയ്സ് അഗെയിൻസ്റ്റ് ദ ഇൻവോയ്സ് ഓൾറെഡി ഇഷ്യൂഡ് വിത്തൗട്ട് എ കളക്ഷൻ ഓഫ് ടാക്സ് ഡ്യൂറിംഗ് ദ പീരീഡ് ബിഗിനിങ് വിത്ത് ദ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടിൽ ദ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടു ഹിം. മുമ്പ് രജിസ്ട്രേഷന് മുമ്പായിട്ട് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ്.
അദ്ദേഹം വീണ്ടും അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരു രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തായി? രജിസ്റ്റേർഡ് പേഴ്സണായി. അപ്പോൾ വിത്തിൻ 1 month അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം വിത്തിൻ 1 monthനുള്ളിൽ മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻവോയ്സ് അതിലെന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഇൻവോയ്സിന് വിത്തിൻ 1 month അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പുതിയൊരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് കളക്ഷൻ ഓഫ് ടാക്സ് ഡ്യൂറിങ് ദ പീരീഡ് ബിഗിനിങ് വിത്ത് ദ ഇഫക്റ്റീവ് ഡേറ്റ്. മുമ്പ് രജിസ്ട്രേഷന് മുമ്പ് ടാക്സ് ഇല്ലാത്ത ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഇൻവോയ്സുകൾ ടാക്സ് അടക്കമുള്ള ഒരു ഇൻവോയ്സ് ആയിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ് ടിൽ ദ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടു ഹിം. എന്നാണോ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഡേറ്റ് വരെയുള്ള ഇൻവോയ്സുകൾ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മാറ്റി ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അത് എത്ര നാളത്തേക്കുള്ളിൽ അവർ ചെയ്യണം? 1 മാസത്തിനുള്ളിൽ അവർ ചെയ്തിരിക്കണം. ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഓർ സപ്ലൈ ബൈ എ കോമ്പോസിഷൻ ഡീലർ, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ഇഷ്യൂ ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ് എ ബിൽ ഓഫ് സപ്ലൈ ഇഫ് ദ വാല്യൂ ഓഫ് സപ്ലൈ ഈസ് 200 or more. ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുള്ളത് എക്സംപ്റ്റഡ് ഗുഡ്സോ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സർവീസോ ആണ് എന്നുണ്ടെങ്കിൽ, കോമ്പോസിഷൻ ഡീലർ ആണ് എന്നുണ്ടെങ്കിൽ, അതൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ടാക്സ് ഇൻവോയ്സിന് പകരം അദ്ദേഹത്തിന് എന്ത് കൊടുക്കാവുന്നതാണ്? ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അത് 200 രൂപയിലേക്കാൾ കൂടുതലായിട്ടുള്ള സപ്ലൈ ഉണ്ട് എന്നുണ്ടെങ്കിലും അയാൾക്ക് എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈ ഓഫ് സർവീസ് ആണ്. അതൊരു കോമ്പോസിറ്റ് ഡീലർ ആണെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് എന്ത് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം അവർക്ക് എന്ത് ഇഷ്യൂ ചെയ്താൽ മതിയും? ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്താൽ മതിയും. വാല്യൂ ഓഫ് ദി സപ്ലൈ എന്ന് പറയുന്നത് 200 രൂപയോ അതിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ഇഷ്യൂ എ റിസീപ്റ്റ് വൗച്ചർ ഓർ എനി അതർ ഡോക്യുമെൻറ്റ് ഓൺ റെസീപ്റ്റ് ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ്. ഇനി ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അദ്ദേഹത്തിന് അഡ്വാൻസ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? റെസീറ്റ് വൗച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും റെസീറ്റ് ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. If no supply is made after issue of receipt voucher, the registered person may issue to the person who have made payment a refund voucher against such payment. ഇനി എപ്പോഴാണ് ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്? ഇഫ് നോ സപ്ലൈ ഈസ് മെയ്ഡ് ആഫ്റ്റർ ഇഷ്യൂ ഓഫ് റെസീറ്റ് വൗച്ചർ. അഡ്വാൻസ് പേയ്മെൻറ്റിന് ഒരു റെസീറ്റ് വൗച്ചർ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ രജിസ്റ്റേർഡ് പേഴ്സൺ മേ ഇഷ്യൂ ടു ദ പേഴ്സൺ ഹൂ ഹാവ് മെയ്ഡ് പേയ്മെൻറ്റ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? നോ സപ്ലൈ ഈസ് മെയ്ഡ്. റെസീറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്തതിന് ശേഷം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സപ്ലൈ ഇഷ്യൂ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ദ രജിസ്റ്റേർഡ് പേഴ്സൺ മേ ഇഷ്യൂ ടു ദ പേഴ്സൺ ഹൂ ഹാവ് മെയ്ഡ് പേയ്മെൻറ്റ് എ റീഫണ്ട് വൗച്ചർ എഗെയിൻസ്റ്റ് സച്ച് പേയ്മെൻറ്റ്. എന്ത് ചെയ്യാവുന്നതാണ്? ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു റെസീറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുകയും പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലയർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റീഫണ്ട് വൗച്ചർ അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യാവുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, CGST റൂൾ 2017 പ്രകാരം എന്തൊക്കെയാണ് ടാക്സ് ഇൻവോയ്സിൽ കണ്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ ജനറലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാല്യൂ ഓഫ് ദി ഗുഡ്സ്, ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്സ്, അതുപോലെ തന്നെ എത്രയാണ് ടാക്സ് ഈടാക്കുന്നത്, അതുപോലെ ടേംസ് ഓഫ് പേയ്മെൻറ്റും ടേംസ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നതും നമ്മൾ ടാക്സ് ഇൻവോയ്സിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറയുന്നത് GST റൂൾ 2017 പ്രകാരം എന്തൊക്കെ കണ്ടൻസ് ആണ് ടാക്സ് ഇൻവോയ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെയ്യും address and GST identification number of the supplier, a consecutive serial number, date of issue, name, address and GST identification number or UIN number of the recipient, name and address of the recipient and address of delivery if the recipient is an unregistered person, HSN code, that is harmonized system of nomenclature for goods and services supplied, description of goods or service, quantity of goods and total value of the supply, taxable value of the supply and rate of tax, amount of tax charged, place of supply along with the name of state in the case of supply in the course of interstate trade or commerce, address of delivery,
whether tax is payable on reverse charge basis, signature or digital signature of the supplier or his authorized representative. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ ഈ ടാക്സ് ഇൻവോയ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല, ഇതെല്ലാതും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. റെസിപ്പിയൻറ്റിൻ്റെയും അതുപോലെ തന്നെ സപ്ലയറുടെയും ഈ എന്താണോ സപ്ലൈ ചെയ്യുന്നത്, അത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് UIN നമ്പർ സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാൻ നമ്പർ, HSN കോഡ്, ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ നമ്പർ സ്പെസിഫിക് ആയിട്ട് ഏത് ഗുഡ്സ് ആണോ അല്ലെങ്കിൽ ഏത് സർവീസാണോ സപ്ലൈ ചെയ്യുന്നത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ എന്നാണ് അത് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത് അതിലെ ഡെലിവറി ഡീറ്റെയിൽസും കൂടിയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അതിലുള്ള CGST ആക്ട് പ്രകാരമുള്ള ഇൻഫോർമേഷൻസ് അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ബാക്കിയുള്ള പോർഷൻ ഈ ചാപ്റ്ററിൽ ബാക്കി ഒരു ടാക്സ് ഇൻവോയ്സിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. ബിൽ ഓഫ് സപ്ലൈ പഠിക്കാനുണ്ട്. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും കൂടിയിട്ടാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത സെഷനിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത് എടുത്തിട്ടുള്ള തിയറി വായിച്ചു നോക്കാം, മനസ്സിലാക്കാം. എന്തെങ്കിലും പോയിൻ്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.